LDF ഭരണം തുടരുമെന്ന തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്ത്. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ടെലിഫോൺ സംഭാഷണമാണ് പുറത്തായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമത് ആകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും പാലോട് രവി പറയുന്ന ശബ്ദ സന്ദേശത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ BJPയിൽ ചേരുമെന്നും കോൺഗ്രസ് എടുക്കാത്ത ചരക്കാകുമെന്നും പാലോട് രവി പറയുന്നുണ്ട്. കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും അത് സംഭവിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കുന്നത്. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു. അതിനിടെ വിശദീകരണവുമായി പാലോട് രവി രംഗത്ത്. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് പാലോട് രവിയുടെ വിശദീകരണം. പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും DCC പ്രസിഡന്റ് പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത, നിർണായക സംഭാഷണം പുറത്തു വന്നിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലോട് രവി തന്നെ ഒരു വിശദീകരണം നൽകുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇവിടെ കോൺഗ്രസിനുള്ളിലെ ഒരു ഭിന്നത കൂടിയല്ലേ മറന്നീക്കി പുറത്തു വരുന്നത്? വിഷ്ണു, സംഘടനാപരമായി കോൺഗ്രസിൻ്റെ വലിയ തകർച്ച കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് DCC അധ്യക്ഷൻ, തിരുവനന്തപുരം DCC അധ്യക്ഷനായിട്ടുള്ള പാലോട് രവി വ്യക്തമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതിൽ ഏറ്റവും പ്രസക്തമായ വിഷയം എന്ന് പറയുന്നത് ഏതാണ്ട് 60 മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കായി പോകും എന്നുള്ളതാണ് പാലോട് രവി പറയുന്നത്. അതായത് BJPയുടെ അടക്കമുള്ള വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ LDF തിരിച്ച് അധികാരത്തിൽ എത്തുമെന്നുള്ള ഒരു പരാമർശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പരാമർശങ്ങൾ എന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സംഘടനാപരമായി കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതെയാകാൻ പോകുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കേരളത്തിൽ 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെടും തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ ഒരു തരത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മിഷണറിയെ പൂർണ്ണമായും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊരു സംവിധാനം തന്നെ ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു പ്രാദേശിക പ്രവർത്തകനുമായി ഇപ്പോൾ സംസാരിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടെ DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന പാലോട് രവി സത്യം പറയാൻ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രാദേശിക തലത്തിൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്നിൻ്റെ, സംഘടനാപരമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് ജില്ലകളിൽ ഒന്നിൻ്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ ഈ രീതിയിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഭാവിയില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും പാലോട് രവി വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. താൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിനെ പ്രാദേശിക തലത്തിൽ സംഘടനാപരമായി ശക്തിപ്പെടുത്തണമെന്നും പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്നും ഒക്കെയാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശമല്ല നടത്തിയത്. ഒരു കോൺഗ്രസ് പ്രവർത്തകനോട് നമ്മൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കൂടുതൽ സാഹചര്യങ്ങൾ വഷളാകും എന്ന രീതിയിലാണ് പറഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. പക്ഷേ അതത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് അങ്ങനെ വിശദീകരിച്ച് ഒഴിഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം കോൺഗ്രസിന് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ നേതാക്കളില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ BJPക്കും LDFനും പിന്നിലായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുമെന്നുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം കോൺഗ്രസ് ഈ പലയിടത്തും പ്രാദേശിക തലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി അല്ലെങ്കിൽ പ്രാദേശിക തല സമിതികളായി അവിടുത്തെ ചുമതലക്കാരായി നിശ്ചയിക്കപ്പെടുന്ന ലിസ്റ്റുകളൊക്കെ വെറും ബോഗസാണ്, അതായത് വെറും കാട്ടിക്കൂട്ടിയതാണ് അല്ലെങ്കിൽ കൂട്ടിയതാണ്, അതിനപ്പുറത്തേക്ക് അതിലൊരു യാഥാർത്ഥ്യമില്ല എന്ന രീതിയിലുള്ള പരാമർശം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ മുഴുവൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും കോൺഗ്രസിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനത്തെയും ഒന്നുമില്ലാത്തത് ബോഗസായിട്ടുള്ള സംവിധാനമാണെന്നും ഒരു കള്ളത്തരമാണ് എന്നതും പ്രാദേശിക തലത്തിൽ സംഘടനയ്ക്ക് വേരോട്ടമില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കിയത്. എന്തായാലും ഈ പരാമർശങ്ങളിൽ KPCC നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം ഉടൻ തേടാനുമുള്ള സാധ്യതയുണ്ട്. വിഷ്ണു, ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.